ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് വർണ്ണാഭമായ തുടക്കം. ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര നഗരപ്രദക്ഷിണത്തിന് ശേഷം 3 മണിയോടെ തിരികെ എത്തും. ശ്യാമപ്രസാദ് ഉത്തമനും എസ് രാഗിനും നന്ദുഷയും ഒക്കെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ശ്യാമിലേക്ക് പോകാം. രാഗിൻ, അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത് കേരളത്തിന്റെ ഓണാഘോഷങ്ങളുടെ വർണ്ണാഭമായൊരു തുടക്കം എന്ന് പറയാവുന്നതാണ്. കാണാനേറെയുള്ള, അനുഭവിക്കാനേറെയുള്ള ആഘോഷങ്ങളുടെയൊക്കെ ഒരു ആവർത്തനത്തിന്റെ, ഗൃഹാതുര സ്മരണയുടെ ഒക്കെ ഒരു വിളംബരം കൂടിയാണ് അത്തച്ചമയ ഘോഷയാത്ര. ഇത്തവണ എത്രത്തോളം ഗംഭീരമായിട്ടാണ് ഘോഷയാത്ര? തൃപ്പൂണിത്തുറ അത്തം നഗറിൽ ഈ അത്തപ്പതാക ഉയർത്തുന്നതോടുകൂടി അത്തച്ചമയ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഇപ്പോൾ ഉദ്ഘാടന സഭ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പീക്കർ എൻ ഷംസീർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ വേദിയിലുണ്ട്. അതോടൊപ്പം ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനത്തിന് ശേഷം തൊട്ട് പിന്നാലെ ഈ ഓരോ നാടൻ കലാരൂപങ്ങളൊക്കെ തന്നെ ഈ മൈതാനത്തേക്ക് എത്തും. ഇവിടെ സംഗമിച്ച ശേഷം പുറത്തേക്ക് തൃപ്പൂണിത്തുറ നഗരം ചുറ്റി അതിനുശേഷം തിരിച്ച് ഇവിടെ തന്നെ സമാപിക്കും. അങ്ങനെയാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യവും ആ ഒരു പ്രൗഢിക്കൊന്നും കുറവില്ല. ആ രീതിയിൽ തന്നെ അത്തച്ചമയ ഘോഷയാത്ര നടക്കുകയാണ്. നാടൻ കലാരൂപങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. നിരവധി വേഷങ്ങളൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ കണ്ടു, കുട്ടികൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. അവരൊക്കെ തന്നെ വിവിധ കലാരൂപങ്ങളൊക്കെ തന്നെ ഈ ഘോഷയാത്രയുടെ ഭാഗമായി അവതരിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ വലിയൊരു ആഘോഷ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓണത്തിൻ്റെ ഒരു തുടക്കം കൂടിയാണ്. അത്തരത്തിലൊരു ഒരുപാട് സന്ദേശവുമായി ഒരുപാട് പേർ ഇത്തരത്തിൽ വേഷങ്ങളുമൊക്കെയായി തന്നെ എത്തുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. നിങ്ങൾ എവിടെ നിന്നാണ്? മൂഴിക്കുളം ശാലയിൽ നിന്ന് വരുന്നതാണ്. മൂഴിക്കുളം ആണ് നിങ്ങൾ ഇതിലൂടെ പരിസ്ഥിതിയുടെ ഇത് തന്നെ, പരിസ്ഥിതി സംരക്ഷണം, പിന്നെ ഗ്രാമീണ കലാകേന്ദ്രത്തിൻ്റെ വാസ്തുവിദ്യയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. ഘോഷയാത്രയിലുണ്ട്. ഘോഷയാത്രയ്ക്ക് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ എന്തായാലും അങ്ങനെ ഒരു പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്ന ഒരു സന്ദേശവുമായാണ് ഇവർ എത്തിയിരിക്കുന്നത്. ആ ഒരു കാഴ്ച നമ്മൾ കണ്ടു. അല്പസമയം മുമ്പ് ആരോഗ്യ സംരക്ഷണം എന്ന ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം കണ്ടു. അങ്ങനെ വിവിധ തരത്തിലുള്ള ആശയങ്ങളുമൊക്കെയായി ഘോഷയാത്രയിൽ പങ്കെടുക്കുകയാണ് ഇവരും. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ നാടൻ കലാരൂപങ്ങൾ ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇടങ്ങളിലെ പ്രാദേശിക നാടൻ കലാരൂപങ്ങളൊക്കെ തന്നെ അതിൽ വരും. നമ്മൾ ചില കലാരൂപങ്ങൾക്ക് ചില ഇടങ്ങളിൽ ചില പ്രസക്തിയും പ്രശസ്തിയും ഒക്കെ ഉണ്ട്. അവിടെ പോയി അത്തരം കലാരൂപങ്ങൾ കാണാറുമുണ്ട്. തൃശ്ശൂരൊക്കെ തന്നെയാണെങ്കിൽ പുലികളിയുടെ ഒരു കേന്ദ്രമാണ്. ഘോഷയാത്രയുടെ ഉദ്ഘാടന ചടങ്ങുകൾ കൂടി നമ്മൾ കാണുകയാണ്. സ്പീക്കർ എൻ ഷംസീറാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നമുക്ക് അനൂപ് ജേക്കബിനെ അവിടെ കാണാം. അങ്ങനെ ജനപ്രതിനിധികൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് പതാക ഉയർത്തും. വലിയ ആഘോഷങ്ങളോടുകൂടി കേരളം ഓണത്തെ വരവേൽക്കുന്നതിന്റെ ഔദ്യോഗികമായ ഒരു ചടങ്ങ് കൂടിയാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര. ഇന്ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തൃപ്പൂണിത്തുറയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയാളികൾക്ക് ഓണം എന്നാൽ ഒരു ഓണത്തിൽ നിന്നും മറ്റൊരു ഓണത്തിലേക്കുള്ള കാത്തിരിപ്പ് തന്നെയാണ് മലയാളികളുടെ ഒരു സാമൂഹ്യ സാംസ്കാരിക ജീവിതം എന്ന് പറയുന്നത്. ആ ആഘോഷങ്ങൾക്ക് നമ്മൾ ഒരുപാട് വിഷമങ്ങൾക്കിടയിലും അതിജീവനത്തിൻ്റെതായ സന്ദേശങ്ങൾക്കിടയിലും എല്ലാം ഓണം ആഘോഷം മാറ്റി നിർത്താൻ കഴിയാത്ത മാനസികാവസ്ഥയുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ഒരു ചിഹ്നമായി നമ്മൾ കൊണ്ടു നടക്കുന്നവരാണ്. ജാതിമത ഭേദമന്യേ ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം ആഘോഷമാക്കുന്ന, അവനവനെ കൊണ്ട് കഴിയുന്നത് പോലെ ആഘോഷമാക്കുന്ന ഓണത്തിന് തിരിതെളിയുകയാണെന്ന് പറയാം. ഇനി 10 നാൾ കഴിഞ്ഞാൽ പൊന്നോണമാണ്. മലയാളികൾക്ക് ഏറ്റവും വലിയ ആഘോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമ്മാനത്തിൻ്റെ ഒക്കെ കാലം തന്നെയാണ് ഓണം. അതിന് ഔദ്യോഗികമായ തുടക്കമാവുകയാണ്. അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു സ്പീക്കർ എൻ ഷംസീർ.